ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു NKL EDITSന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ഇമേജസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ 1:1 എന്ന റേഷ്യോ ആണ് എടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ലെയറും, അതായത് എൻഡ് വരെ സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ലെയറും സെലക്ട് ചെയ്ത് ഒന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് ലെയർ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സൂം ടൂൾ, അതായത് സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ശേഷം രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഏകദേശം ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ വീണ്ടും സെലക്ട് ചെയ്യാം. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് ഈ ഒരു ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ ആയിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 180യിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 180യിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം കറക്റ്റ് 180 ആക്കി കൊടുക്കാം. ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതാ ഈ ഒരു കർവ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് വരാം. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നൾ ആഡ് ചെയ്യണം. നൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് നൾ ആഡ് ചെയ്യുന്നത്. അതിന് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിൽ പോയിട്ട് നൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് അതൊന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം എൻഡിൽ വന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് 1ലെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ്റെ ഇപ്പുറത്തായിട്ട് കാണുന്ന ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നൾ 1 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജും നൾ 1ഉമായിട്ട് ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നള്ള് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് നമ്മളിതാ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഈ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ആക്കി കൊടുക്കാം. ഏകദേശം ഈ ഒരു റേഞ്ചിൽ സൂം ആക്കി കൊടുക്കാം. ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായി ബാക്ക് വന്നതിന് ശേഷം നമ്മളിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ പേജ് കർവ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. ഈ ഒരു എഫക്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എഫക്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രോഗ്രസ്സിൽ വന്നിട്ട് നമ്മൾ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യണം. നേരത്തെ ആഡ് ചെയ്തതുപോലെ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്നൊരു 22 ആ ഒരു റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം റേഡിയസ് വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു 60, അതായത് 0.060 ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ പ്രോഗ്രസ്സിൽ വന്നിട്ട് രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ആ ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കണം. ഓക്കെ, ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്.
ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ബാക്ക് വരാം. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതായത് ആ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ലെയർ സെലക്ട് ചെയ്യുക. ശേഷം റൊട്ടേഷനിൽ പോയിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു -7 ഒക്കെ കൊടുക്കുക. ഓക്കെ, ശേഷം അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ 2 ഇമേജ് നമുക്ക് ഇവിടെ നേരത്തെ ആഡ് ചെയ്ത പോലെ കാണാൻ സാധിക്കും. ശേഷം നമ്മൾ ആ ഒരു ഇമേജ് ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഇമേജ്, ആ മുകളിലെ ഇമേജ് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ ഒന്ന് വൈറ്റ് ആക്കുക. ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിൻ്റെ കളർ വന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കറുത്ത റെക്റ്റാങ്കിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ടൂൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റേഞ്ചിൽ സൂം ഔട്ട് ചെയ്യുക. ശേഷം 2 ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രൂപ്പ് ആൻഡ് മാസ്കിൻ്റെ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു സൈഡിലായിട്ട് ഒരു ബോർഡർ പോലെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ലെയർ ഇതിൻ്റെ താഴേക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഈ കാണുന്ന ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, എക്സ്പ്ലോഷർ ആൻഡ് ഗാമ, കളർ ആൻഡ് ലൈറ്റിൽ എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ഫുള്ളായി ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഫുള്ളായി ബാക്ക് വരാം. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നള്ള് സെലക്ട് ചെയ്യുക. വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിമും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഒരു കർവ് സെറ്റ് ചെയ്യണം. ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു റൊട്ടേഷനും ഇതിൽ ആഡ് ചെയ്യുക. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 150 ഒക്കെ സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ എഫക്റ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. എല്ലാ ലെയറും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിലില്ല ജസ്റ്റ് ഒന്ന് സൂം ആക്കിയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.